മുരളി എന്ന നടനിലെ സുഹൃത്തിനെയും സഹോദരനെയും കവിയെയും കവിതാസ്വാദകനെയും എല്ലാം നമ്മൾ കണ്ടു. എന്നാൽ മുരളി എന്ന ഒരു നടനെക്കുറിച്ച് ഒരു സംവിധായകൻ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാന്യനായ സംവിധായകൻ ശ്രീ സിബി മലയിൽ. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ നടനെക്കുറിച്ചാണ് സിബി സാർ സംസാരിക്കേണ്ടത്. ഒരു മുരളി എന്ന നടനെ ആദ്യം കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായി മുരളിയെ കാസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് എങ്ങനെയായിരുന്നു, അത് ഏത് കഥാപാത്രം കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഏത് കഥാപാത്രത്തിന് വേണ്ടിയാണ് ആദ്യം മുരളിച്ചേട്ടൻ കാസ്റ്റ് ചെയ്യുന്നത്? അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്കറിയേണ്ടത്. മുരളിയെ ശരിക്കും ഞാനൊരു നടനായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം മുരളി എന്നെ സംബന്ധിച്ചാൽ എപ്പോഴും എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഒരിക്കലും ഒരു നടനും സംവിധായകനും എന്ന നിലയിൽ ഉള്ള ഒരു ഇടപെടൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിട്ടില്ല. മുരളി ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നമ്മൾ എഴുതാപ്പുറം കണ്ടു. ആദ്യമായിട്ട് കണ്ട സമയത്തെപ്പറ്റി എനിക്കും വ്യക്തമായ ഓർമ്മയില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് കണ്ടത് തനിയാവർത്തനത്തിൻ്റെ ഷൂട്ടിങ്ങിന് കഴിഞ്ഞതിന് ശേഷം അമൃതയുടെ ലോബി വെച്ച് നമ്മൾ ആദ്യം കാണുന്നത്. അതിനുശേഷം പിന്നീട് ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങൾ സിബി സാറിൻ്റെ ചിത്രങ്ങളിൽ മുരളിച്ചേട്ടൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മുരളി ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് എൻ്റെ സിനിമകളിലാണ്. ഏകദേശം 10-15ഓളം സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അതിൽ ചെയ്തതെല്ലാം തന്നെ വളരെ മികച്ച കഥാപാത്രങ്ങളും നല്ല പടങ്ങളുമായിരുന്നു. അത് ആ കാലത്ത് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള പടങ്ങളും. പിന്നുള്ളതൊരു ഹൃദയബന്ധം. അതിപ്പോൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ ഗുരുജിയൊക്കെ പറഞ്ഞ പോലെ തന്നെ സിബി മനസ്സിലെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു വെർബൽ ട്രാൻസ്ലേഷൻ ഇല്ലാതെ തന്നെ മനസ്സിലെത്തുന്ന ഒരു ബന്ധമുണ്ട്. സംവിധായകൻ നടൻ, സംവിധായകൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ബന്ധം. അതിപ്പോൾ ഒരു റൈറ്ററുടെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ലോഹിയുടെയാണ്. സംവിധായകൻ എന്നുള്ളത് സിബിയുടെയാണ്. എനിക്ക് നല്ല ഓർമ്മയുള്ള സിറ്റുവേഷൻ, ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ ചെല്ലുന്നു. ഒരു പടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഭയങ്കര ഒരു റിസ്കി കോമ്പിനേഷനാണ് അതിൻ്റെ ക്യാമറ വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞ് വെറുതെ നമുക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ഡയലോഗ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് ലൈറ്റൊക്കെ പിടിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം. ഫസ്റ്റ് ടേക്കിനത് ഓക്കെയായി. സങ്കടം വന്നൊരു സീനായിരുന്നു. മുരളി വന്നപ്പോഴും ഇതുപോലെ ആ സീനിൻ്റെ ഒടുവിൽ ശരിക്കും ഈ ക്യാരക്ടർ കരയണം. ആ കരച്ചിൽ ഒരിക്കലും എനിക്ക് റിയലായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. നിശബ്ദതയിൽ ഒരു നടൻ എന്ത് ചെയ്യും? അയാളെ സന്ദർഭത്തിലൂടെ മനസ്സിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. അത് ഞാൻ പഠിച്ചത് സിബിയുടെ പഠിത്തം കാണാക്കിനാവെന്ന് പറഞ്ഞു. മുകേഷിൻ്റെ ക്യാരക്ടർ പള്ളിയിൽ മരിച്ച് ഇത് കവർ അടക്കുന്നു. വേണുവാണ് ക്യാമറാമാൻ. ഞങ്ങൾ മഴയെ പേടിച്ച് എത്രയോ ദിവസം ഇന്ന് നിന്നതാണ് അല്ലേ. ഇത് വരുമ്പോൾ രാജൻ പി ദേവിനെ പിടിച്ച് ക്യാമറ വന്നിട്ട് ഞാനൊരു മതിൽ ചാരി നിന്ന് നെഞ്ച് തുടങ്ങുമ്പോൾ എന്നെ പിടിക്കുകയാണിത്. എനിക്ക് ഡയലോഗേ ഇല്ല, ഞാൻ കരയണം. എന്നിട്ട് ട്രോളി മൂവ് ചെയ്യും. ട്രോളി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ മൂവ് ചെയ്തിട്ട് എക്സിറ്റ് ആവണം. ഇത്രയും സമയമുണ്ട്. ഇവിടെ ഒരു നടൻ എന്ത് ചെയ്യും? ഒന്നാമത് ആകാശം ഇരുണ്ട്, മഴ വരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്യുകയാണ്. ഞാനിത് മുഴുവൻ കാണുക. എൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ മുഖം, അവൻ്റെ മുഖത്ത് വീഴുന്ന മണ്ണ്, ഇതിൻ്റെ വേദന ഞാൻ അറിയാതെ ഗ്ലിസറിനേ വേണ്ട. അത് ഇപ്പോഴും ആ സിനിമ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ കരിയറിലെ ഏറ്റവും നമുക്ക് ഓർമ്മിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയങ്ങളായിരുന്നു. ചെറുതുരുത്തി ഭാഗങ്ങളും മുരളി, ഞാൻ, ലോഹി, കൈതപ്പുറം ഒക്കെ ആയിട്ടുണ്ടായിരുന്ന അത്തരം ശരിക്കും നമ്മളുടെ ഒരു ജീവിതകാലത്തിന് ഭാവിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ ഇലക്ഷന് നിൽക്കുക എന്നുള്ളൊരു സാഹസം സിനിമയെ സംബന്ധിച്ചോളം ചെയ്തിട്ടുണ്ട്. പക്ഷെ സിബി ശരിക്കും 2-3 ദിവസം ആലപ്പുഴ വന്ന് വർക്ക് ചെയ്തു. ക്രൂഷ്യൽ ടൈമിൽ ആരാണ് കൂടെ നിൽക്കുന്നതെന്ന് കണ്ടെത്തുന്ന സമയങ്ങളായിരുന്നത്. ഈ നടനെ കാസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സിനിമ ഇത്ര നന്നാവില്ലായിരുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ഉണ്ട്. അങ്ങനെ ഇപ്പം ഈ കണക്കിനാവിൻ്റെ ആ ക്യാരക്ടറിനെ വേറൊരാളെ എനിക്ക് കൺസീവ് ചെയ്യാൻ കണക്കിനാവിൻ്റെ കഥ റസാഖിൻ്റെ അടുത്ത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ആരും ഉണ്ടായില്ല, മുരളി തന്നെയായിരുന്നു. എനിക്ക് മുരളിയുമായിട്ടുള്ള ഒരു ഒരു സിനിമാ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ എപ്പോഴും തോന്നുന്ന ഒരു സിനിമ ആധാരമാണ്. ശരിക്കും ഞാൻ ചെയ്യേണ്ട സിനിമയാണ് അത്. എനിക്ക്
ലോഹി എൻ്റെ അടുത്ത് ആദ്യം എന്നെ കാണാൻ വരുമ്പോൾ ആദ്യം പറയുന്ന കഥ ആധാരത്തിൻ്റെ ആദ്യമായിട്ട് എന്നെ ലോഹി കാണാനായിട്ട് തിലകൻ ചേട്ടൻ പരിചയപ്പെടുത്തി വരുമ്പം എൻ്റെ അടുത്ത് പറയുന്ന കഥ ഈ ആധാരത്തിൻ്റെ കഥയാണ്. പക്ഷെ അന്ന് അത് സിനിമയാക്കാനുള്ളൊരു സാഹചര്യം വന്നു. പിന്നെ തനിയാവർത്തനം ചെയ്യുകയും ഒക്കെ ഉണ്ടായത്. പക്ഷേ ഇന്നും എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റാതെ പോയതിൽ വല്ലാത്ത ഒരു നിരാശയുണ്ട്. എനിക്ക് തന്നെ ബോധ്യമുണ്ട് ഞാൻ ഒരു പെർഫെക്റ്റ് ആക്ടർ അല്ല എന്നുള്ളത്. ഐ എം നോട്ട് എ പെർഫെക്റ്റ് ആക്ടർ. പെർഫെക്ഷൻ എന്നുള്ള സ്വപ്നം മാത്രമാണെന്നും അറിയാം. പക്ഷേ അതിനുള്ള യാത്രയാണ് ഈ പരിശ്രമം, മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടായാൽ അതിൻ്റെ തുടക്കം ഈ സമാഗമം ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കുകയും ചെയ്യാം. നമ്മളേതായാലും അതിൻ്റെ ഒരു കൺക്ലൂഷനിലെത്തിയിരിക്കുകയാണ്. ഇത്രയും സമയം നമ്മളോടൊപ്പം പങ്കിടാൻ സന്മനസ് കാണിച്ച എല്ലാവർക്കും, മുരളിച്ചേട്ടൻ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി പറയുന്നു.